ഹലോ ഗായ്സ്. ബൈബിളിൽ പഴയ നിയമത്തിൽ 3 രാവും 3 പകലും, യോനാ പ്രവാചകന്റെയും അതുപോലെ ഖുർആനിൽ വലിയ ഒരു മത്സ്യം വിഴുങ്ങിയ യൂനുസ് നബിയുടെയും ചരിത്രം നാം എല്ലാം കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു തിമിംഗലം വന്ന് വിഴുങ്ങുകയും കുറച്ചു നേരത്തിന് ശേഷം തുപ്പുകയും, എന്നാൽ അതത്ര കേട്ടുകേൾവിയുള്ള ഒരു സംഭവമാവില്ല. എന്നാൽ അതിൻ്റെ ദൃശ്യങ്ങളും വ്യക്തമാണ്. എന്നാൽ ചിലോയിൻ പാറ്റഗോനയിൽ കയാക്കിംഗ് ചെയ്തിരുന്ന യുവാവിനെ ഒരു തിമിംഗലം വന്ന് വിഴുങ്ങുകയും ഉടനെ തന്നെ പുറത്തേക്ക് തുപ്പുകയും ചെയ്ത ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. എന്നാൽ അത് വലിയൊരു തിരമാലയ്ക്കുള്ളിൽ പെട്ടുപോയിട്ടുള്ള അതുപോലെയുള്ള ഒരു അനുഭവമാണ് എന്ന് അഡ്രിയാൻ പ്രതികരിച്ചിരുന്നു. അഡ്രിയാൻ തൻ്റെ പിതാവ് ദെല്ലിനൊപ്പം കയാക്കിംഗ് നടത്തുമ്പോഴാണ് അഡ്രിയാൻ ആ അപ്രതീക്ഷിതമായ സംഭവത്തെ നേരിട്ടത്. അഡ്രിയാൻ തുഴഞ്ഞുകൊണ്ടിരിക്കെ ഒരു കൂറ്റൻ തിമിംഗലം കടലിൽ നിന്നും പൊങ്ങിവരികയും ഒരു നിമിഷ നേരം കൊണ്ട് ആ ഭീമാകാരമായ ജീവി അഡ്രിയാനെയും അവൻ്റെ തിളക്കമുള്ള മഞ്ഞ കയാക്കിനെയും വായക്കകത്തേക്കാക്കുകയായിരുന്നു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം അവനെ പുറത്തേക്ക് തന്നെ തുപ്പിയിടുകയായിരുന്നു. അല്പം ദൂരെയുണ്ടായിരുന്ന പിതാവ് തന്നെയാണ് ഈ ചിത്രം പകർത്തിയത്. പരിഭ്രാന്തിക്കിടയിലും സ്വന്തം മകനെ ആശ്വസിപ്പിക്കുന്നതായി ആ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ശാന്തമായി ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്രിയാനെ ആശ്വസിപ്പിക്കുന്നതായി കേൾക്കാം. അങ്ങനെ പിതാവ് അഡ്രിയാൻ്റെ അടുത്തെത്തുകയായിരുന്നു. പക്ഷേ ആ ഭയാനകമായ നിമിഷത്തെക്കുറിച്ച് അഡ്രിയാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ: "ആ സമയം ഞാൻ മരിച്ചു പോയി എന്നാണ് കരുതിയത്. അതെന്നെ വിഴുങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ചും ആശങ്കപ്പെട്ടു" എന്ന് അഡ്രിയാൻ പ്രതികരിച്ചു. വലിയ കൂറ്റൻ തിമിംഗലത്തോടുള്ള ഏറ്റുമുട്ടലിൽ അഡ്രിയാനും അച്ഛനും രക്ഷപ്പെട്ടതിൽ വളരെയേറെ സന്തോഷവതികളാണ്.